2025 ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ആറ്റുകാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് നേദിക്കാനാണ് ഈ പൊങ്കാല ഇടുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ വന്നിട്ടാണ് ഇവിടെ പൊങ്കാല ഇടുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാനായി ഒത്തിരി പുരുഷന്മാരും എത്താറുണ്ട് കേട്ടോ. ഞങ്ങൾ തലേ ദിവസം തന്നെ ഇവിടെ വന്ന് ഇഷ്ടികയൊക്കെ വാങ്ങി പൊങ്കാലയ്ക്കുള്ള സ്ഥലവും ബുക്ക് ചെയ്തു. പൊങ്കാല ഇടുന്നത് അന്ന് രാവിലെ വന്ന് പൊങ്കാലയ്ക്കുള്ളതെല്ലാം റെഡിയാക്കി. 10 മണിയായപ്പോൾ അവർ തിരികൊളുത്തി പൊങ്കാല ഇട്ട് ഞങ്ങൾ തുടങ്ങി. സെലിബ്രിറ്റീസ് മുതൽ സാധാരണക്കാർ വരെ ഈ പൊങ്കാലയിൽ പങ്കെടുക്കാറുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ദേവിയെ അറിയിച്ച് സുഖത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പൊങ്കാല അവർ നീന്തിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും ജനസംഖ്യ കൂടിക്കൂടി വരികയാണ്. അതേപോലെ തന്നെ വിശ്വാസികളും. പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ പായസം വയ്ക്കുന്നത് മാത്രമല്ല കേട്ടോ. നമുക്ക് മണ്ടപ്പുറ്റ് വേവിച്ച് കൊടുക്കാം, അതേപോലെ തെരളിയപ്പം ഉണ്ടാക്കി കൊടുക്കാം, പയറ് വേവിച്ച് അതിൽ തേങ്ങയിട്ട് അങ്ങനെ ഒരു പ്രസാദമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ദേവിക്ക് നേദിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊങ്കാല ഇടാൻ വരുന്നവർക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ കമ്മിറ്റിക്കാരും സംഘടനകളും ഒക്കെ സ്പോൺസർ ചെയ്യാറുണ്ട്.
അപ്പോൾ ഒത്തിരി പേര് വ്രതം അനുഷ്ഠിച്ചും പൊങ്കാല ഇട്ടതിന് ശേഷമൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുതരും, കുടിക്കാനുള്ളതും എന്തെങ്കിലും മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓരോരുത്തരായിട്ട് പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. വാഴയിലൊക്കെ വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1:15 സമയമാകുമ്പോൾ ഒരു പൂജാരി വന്ന് ഇത് തളിക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് പൂവൊക്കെ ഇടും, വെള്ളം തളിക്കാനൊക്കെ വരാറുണ്ട്. അല്ലാത്ത സാഹചര്യങ്ങളിൽ അടുത്തുള്ള ഒരു പൂജാരി ഉണ്ടാവും, അവർ വന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് തളിച്ചിട്ട് പോവും. അന്നദാനം തുടങ്ങി അതിനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ചോറും സാമ്പാറും പുളിശ്ശേരിയും ക്യാബേജ് തോരനൊക്കെ ആയിട്ടൊരു സദ്യയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. പ്ലേറ്റ് ഉണ്ടാവും, ആവശ്യമുള്ളവർക്ക് പ്ലേറ്റ് കൊണ്ട് പോവാം. അപ്പോൾ അമ്മമ്മമാരൊക്കെ ഉണ്ട്, നടക്കാൻ വയ്യാക്കി ഒന്നിക്കാൻ വയ്യാത്തവരാണെങ്കിൽ പ്ലേറ്റും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഫുഡ് എടുത്ത് തരും. അങ്ങനെ അതിനുള്ള ക്യൂ ആണിത്. അപ്പോൾ പൊങ്കാലയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ആ ഒരു ശാന്തി വന്നിട്ട് നമുക്ക് തളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കഴിയും തോറും പൊങ്കാലയ്ക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ സങ്കടങ്ങൾ പറയാനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കൊക്കെ വേണ്ടിയായിരിക്കും പൊങ്കാല ഇടുന്നത്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ പുതിയ കോസ്റ്റ്യൂംസ് ഇടുക, സാരികൾ, സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ പുതിയ ഡിസൈനിൽ ഇറക്കുക, അതേപോലെ കലങ്ങളുടെ ഡിസൈൻ അതൊക്കെ കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടാൻ ഏറെക്കുറെ പേരും വരുന്നത്. അപ്പം അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നല്ലതിനു വേണ്ടിയാകട്ടെ. നമ്മുടെ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നന്നായിരിക്കാം. ഓക്കെ. പൊങ്കാലയൊക്കെ ഇട്ടതിൻ്റെ നിവേദ്യവും പായസവും ഒക്കെ ഞങ്ങൾക്കും കിട്ടി. ഞങ്ങളും അത് കഴിച്ചു. പിന്നെ അടുത്ത വീട്ടിലുള്ളവർക്കും പരിചയക്കാർക്കും ഒക്കെ വിതരണം ചെയ്തു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.